നമ്മുടെ ഈ മനോഹരമായ ലോകത്തെ കാണാനുള്ള ഏക മാർഗമാണ് നമ്മുടെ കണ്ണുകൾ. എന്നാൽ ഇന്നത്തെ കാലത്ത് മൊബൈലും കമ്പ്യൂട്ടറും ടിവിയും നമ്മുടെ കാഴ്ചശക്തിയെ വളരെയധികം ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കണ്ണടകൾ ധരിക്കേണ്ടി വരുന്നത് ഒരു ശാരീരിക ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പുരാതന ആയുർവേദത്തിൽ ഇതിനൊരു അത്ഭുത പരിഹാരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറും ഒരു തുള്ളി മരുന്നും ജീവിതത്തിൽ പാലിക്കേണ്ട 4 സുവർണ നിയമങ്ങളും കൊണ്ട് നിങ്ങളുടെ കണ്ണട എന്നേക്കുമായി മാറ്റുവാൻ സാധിക്കും. വില കൂടിയ മരുന്നുകളും ഐ ഡ്രോപ്പുകളും ഉപയോഗിച്ചിട്ടും ഫലം കാണാത്തവർക്കായി ആയുർവേദത്തിൽ മറഞ്ഞിരിക്കുന്ന ചില അത്ഭുത രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത്. പണ്ട് ആനന്ദപുരം എന്ന ഗ്രാമത്തിൽ രാഘവൻ എന്നൊരു കണക്കെഴുത്തുകാരൻ ഉണ്ടായിരുന്നു. പകലും രാത്രിയും മങ്ങിയ വെളിച്ചത്തിൽ ജോലി ചെയ്തത് കാരണം അവന്റെ കാഴ്ചശക്തി വല്ലാതെ കുറഞ്ഞു. കനത്ത കണ്ണടയില്ലാതെ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥയായി. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട രാഘവൻ ഒടുവിൽ ഗുരു വിദ്യാധരനെ അഭയം പ്രാപിച്ചു. ഗുരു വിദ്യാധരൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാഘവ, കണ്ണട ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. നിന്റെ ശരീരത്തിന്റെ ആന്തരികമായ ചൂടും പിത്തവും നിയന്ത്രിച്ചാൽ മാത്രമേ നിനക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയുള്ളൂ. ഗുരു അവന് ഒരു ഔഷധക്കൂട്ടും 4 നിയമങ്ങളും ഉപദേശിച്ചു. അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. ഗുരു നിർദ്ദേശിച്ച ആ ഔഷധക്കൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിനായി 3 കാര്യങ്ങളാണ് പ്രധാനമായും വേണ്ടത്. ഇത് വിപണിയിൽ കിട്ടുന്ന രാസവസ്തുക്കൾ ചേർന്ന മരുന്നല്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്നതാണ്. ആവശ്യമായ സാധനങ്ങൾ: വെള്ള ഉള്ളിയുടെ നീര്. നമ്മൾ സാധാരണയായി ചുവന്ന തൊലിയുള്ള ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇത് വെള്ള തൊലിയുള്ള ഉള്ളിയുടെ നീര്, അതൊരു സ്പൂൺ വേണം. പിന്നെ ചെറുനാരങ്ങ നീര്, അത് 1 സ്പൂൺ. പിന്നെ ശുദ്ധമായ തേൻ, ഇത് 3 സ്പൂൺ. ഉപയോഗക്രമം: ഇവ നന്നായി യോജിപ്പിച്ച് ഒരു കുപ്പിയിലാക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓരോ തുള്ളി വീതം കണ്ണിലൊഴിക്കുക. തുടക്കത്തിൽ ചെറിയ നീറ്റലൊക്കെ അനുഭവപ്പെടുമെങ്കിലും അത് കണ്ണിലെ അഴുക്കും ചൂടും പുറന്തള്ളുവാൻ സഹായിക്കും. ഈ മരുന്നിനോടൊപ്പം താഴെ പറയുന്ന 4 സുവർണ നിയമങ്ങൾ കൂടി പാലിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കൂ. 1-ാമത്തെ നിയമം: പ്രഭാതത്തിലെ ഉമിനീർ, മോർണിംഗ് സലൈവ. രാവിലെ എഴുന്നേറ്റയുടൻ വായ കഴുകുന്നതിന് മുൻപുള്ള ഉമിനീർ വിരലിലെടുത്ത് കണ്ണിൽ മഷി എഴുതുന്നത് പോലെ പുരട്ടുക. ഉമിനീരിലെ ഔഷധ ഗുണങ്ങൾ കണ്ണിന്റെ വരൾച്ചയും കറുത്ത പാടുകളും മാറ്റുവാൻ സഹായിക്കും. 2-ാമത്തെ നിയമം: പാദങ്ങൾ മസാജ് ചെയ്യുക, ഫൂട്ട് മസാജ്. നമ്മുടെ പാദങ്ങളിലെ ഞരമ്പുകൾ നേരിട്ട് കണ്ണുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്പം പശുവിൻ നെയ്യ് ചൂടാക്കി പാദത്തിനടിയിൽ 10 മിനിറ്റ് നന്നായി മസാജ് ചെയ്യുക. ഇത് കണ്ണിന്റെ ഞരമ്പുകൾക്ക് ഉന്മേഷം നൽകുകയും തലവേദന കുറയ്ക്കുകയും ചെയ്യും. 3-ാമത്തെ നിയമം: ത്രിഫല ജലം കൊണ്ട് കണ്ണ് കഴുകുക. രാത്രി 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ത്രിഫല ചൂർണം കുതിർക്കുവാൻ വെക്കുക. രാവിലെ ഇത് ഒരു കൂട്ടൻ തുണി ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കുക. ഈ വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകുന്നത് കണ്ണിന് ഒരു ടോണിക് പോലെ പ്രവർത്തിക്കും. നിയമം 4: ആയുർവേദ പോഷക ചൂർണം. അകമേ നൽകുന്ന പോഷണം കാഴ്ചശക്തിക്ക് അത്യാവശ്യമാണ്. തയ്യാറാക്കുന്ന വിധം: 100 ഗ്രാം ബദാം, 100 ഗ്രാം പെരുംജീരകം, 100 ഗ്രാം കൽക്കണ്ടം എന്നിവ പൊടിച്ച് മിശ്രിതമാക്കുക. ഉപയോഗക്രമം: രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 1 ഗ്ലാസ് ചെറു ചൂടുള്ള പാലിൽ 1 സ്പൂൺ ഈ പൊടി ചേർത്ത് കുടിക്കുക. ഇതിന് ശേഷം വെള്ളം കുടിക്കരുത്. രാഘവൻ 6 മാസം ഈ നിയമങ്ങൾ പാലിച്ചു. അവന്റെ തലവേദന മാറി, കാഴ്ച തെളിഞ്ഞു. ഒടുവിൽ ആ കനത്ത കണ്ണട, പവറുള്ള ആ കണ്ണട എന്നേക്കുമായി അവൻ ഒഴിവാക്കി. ഇത് മാന്ത്രികതയല്ല, മറിച്ച് നമ്മുടെ ശരീരം പ്രകൃതിയോട് ഇണങ്ങി പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. ആയുർവേദം രോഗത്തിന്റെ മൂല കാരണത്തെയാണ് ചികിത്സിക്കുന്നത്. ആയുർവേദ പ്രകാരം കണ്ണ് എന്നത് ആലോചക പിത്തത്തിന്റെ ഒരു സ്ഥാനമാണ്. നമ്മുടെ ശരീരത്തിലെ ചൂടും ദഹന പ്രക്രിയയും നിയന്ത്രിക്കുന്ന പിത്തദോഷത്തിന് മാറ്റം സംഭവിക്കുമ്പോഴാണ് കാഴ്ചശക്തി അത് ബാധിക്കുന്നത്. ആധുനിക കാലത്തെ അമിതമായ ഡിജിറ്റൽ ഉപയോഗം കണ്ണിന് ചുറ്റുമുള്ള നാഡീവ്യൂഹങ്ങളിൽ പിത്തം വർദ്ധിപ്പിക്കുകയും കാഴ്ച മങ്ങുവാൻ കാരണമാവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ ചികിത്സ ഫലിക്കുന്നത്? ആയുർവേദം രോഗലക്ഷണങ്ങളെയല്ല, മറിച്ച് രോഗത്തിന്റെ മൂലകാരണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. രാഘവൻ പിന്തുടർന്ന ഓരോ നിയമത്തിനും പിന്നിൽ കൃത്യമായ ശാസ്ത്രമുണ്ട്. അകമേയുള്ള പോഷണം: ബദാം, പെരുംജീരകം, കൽക്കണ്ടം എന്നിവയുടെ മിശ്രിതം
ശരീരത്തിലെ പിത്തത്തെയും വാതത്തെയും സന്തുലിതമാക്കുന്നു. ബദാമിലെ വിറ്റമിൻ ഇയും ഒമേഗ 3 ഫാറ്റി ആസിഡുകളും കണ്ണിന്റെ റെറ്റിനയെ സംരക്ഷിക്കുന്നു. ഉമിനീരിന്റെ ശക്തി. മനുഷ്യന്റെ ഉമിനീരിൽ ലൈസോസൈം പോലുള്ള എൻസൈമുകളും ആന്റി ബാക്ടീരിയൽ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിലെ അണുബാധകളെ തടയുവാനും പ്രകൃതിദത്തമായ ഈർപ്പം നിലനിർത്തുവാനും സഹായിക്കുന്നു. പാദ മസാജും നാഡീവ്യൂഹവും. ആയുർവേദത്തിലെ പാദാഭൃംഗം അനുസരിച്ച് പാദത്തിനടിയിലെ ചില മർദ്ദന ബിന്ദുക്കൾ കണ്ണിന്റെ ഞരമ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെയ്യ് ഉപയോഗിച്ചുള്ള മസാജ് ശരീരത്തിലെ അമിതമായ ചൂടിനെ പാദങ്ങളിലൂടെ പുറന്തള്ളുകയും കണ്ണിന് ഒരു തണുപ്പ് നൽകുകയും ചെയ്യുന്നു. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. വെറും ഔഷധങ്ങൾ കൊണ്ട് മാത്രം പൂർണ്ണഫലം ലഭിക്കില്ല. അതിനായി താഴെ പറയുന്ന ചില ശീലങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. 20-20-20 നിയമം. ഓരോ 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗത്തിന് ശേഷവും 20 അടി അകലെയുള്ള ഒരു വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുക. ഇത് കണ്ണിന്റെ ആയാസം കുറയ്ക്കുന്നു. ഹരിത ദർശനം. രാവിലെ എഴുന്നേറ്റ ഉടൻ പച്ചപ്പിലേക്കോ പ്രകൃതിയിലേക്കോ നോക്കുന്നത് കണ്ണിന് ശാന്തത നൽകും എന്ന് ആയുർവേദം സൂചിപ്പിക്കുന്നു. ത്രിഫലയുടെ പ്രാധാന്യം. നെല്ലിക്ക, താന്നിക്ക, കടുക്ക എന്നിവ ചേർന്ന ത്രിഫല കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുവാനും സഹായിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. രാഘവന്റെ കഥയിൽ പറയുന്നത് പോലെ നമ്മുടെ ശരീരം പ്രകൃതിയുമായി ഇണങ്ങി പ്രവർത്തിക്കുമ്പോൾ അത് സ്വയം സുഖപ്പെടാനുള്ളൊരു കഴിവ് നേടുന്നു. ആയുർവേദ വിധികൾ കൃത്യമായ അച്ചടക്കത്തോടെയും വിശ്വാസത്തോടെയും പിന്തുടരുന്നത് വഴി കണ്ണിന്റെ പേശികളെ ബലപ്പെടുത്തുവാനും ചതുർമുഖ ദൃഷ്ടി, അതായത് 4 വശങ്ങളിലേക്കുമുള്ള കൃത്യമായ കാഴ്ച വീണ്ടെടുക്കുവാനും സാധിക്കുന്നു. ആയുർവേദത്തിലെ ഈ രീതികൾ പെട്ടെന്ന് ഫലം നൽകുന്ന ഒരു മാജിക് അല്ല, മറിച്ച് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. കുറഞ്ഞത് 90 ദിവസം മുതൽ 180 ദിവസം വരെ, അതായത് ഏകദേശം 3 മുതൽ 6 മാസം വരെ ഈ ശീലങ്ങൾ തുടരുന്നത് വഴി കാഴ്ചശക്തിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും ചാണക്യനീതിയും ആയുർവേദ തത്വങ്ങളും ഒരുപോലെ അടിവരയിടുന്ന ചില കാര്യങ്ങളാണ്. നമ്മളിതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണിന് ശസ്ത്രക്രിയ കഴിഞ്ഞവരോ അതീവ ഗുരുതരമായ പ്രശ്നമുള്ളവരോ ഡോക്ടറുടെ നിർദ്ദേശം നേടിയ ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുക. സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണുകൾ അമൂല്യമായ ഒരു നിധിയാണ്. കൃത്രിമ മാർഗങ്ങൾക്ക് പിന്നാലെ പോകാതെ ഈ പ്രകൃതിദത്തമായ വഴികൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ചുരുങ്ങിയത് 3 മാസമെങ്കിലും കൃത്യമായി ഇത് ചെയ്താൽ മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി പങ്കുവെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാന അറിവുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.